ശാരദാമ്മയ്ക്ക് അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് ഒതുക്കാന്നേ. അല്ല, വിഷ്ണുവിനെ കണ്ടില്ലല്ലോ മോളെ. അല്ല, ഇവിടുത്തെ ബില്ലും കാര്യങ്ങളും സെറ്റിൽ ചെയ്യണ്ടേ? അതിനിപ്പോ വിഷ്ണു എന്തിനാ വരുന്നേ? നമ്മൾ ഇവിടെ ഉള്ളപ്പോ അവനെ അതിനായിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? മോളെ, ഡിസ്ചാർജ് ആയി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് മുറിവ് ഉണങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. അത് വേണ്ടമ്മേ, അവിടെ വിഷ്ണുവേട്ടനും സത്യാമ്മയൊക്കെ ഉണ്ടല്ലോ. എനിക്കിപ്പോ നടക്കുകയിരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ മുറിവിന്റെ പ്രശ്നം മാത്രല്ലേ ഉള്ളൂ. അതിപ്പോ 1-2 ദിവസം കൊണ്ട് മാറാവുന്നല്ലേ ഉള്ളൂ. ശാരദാമ്മേ, ഞങ്ങള് ശാലിനെ ശാരദാമ്മ നോക്കുന്നവരെ നോക്കിക്കോളാന്നേ. വേണമെങ്കിൽ ശാരദാമ്മ അവിടെ 1-2 ദിവസം നിൽക്ക്. സംശയം വേണ്ടല്ലോ. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്റെ മോളെ എന്നേക്കാൾ നന്നായി സത്യാമ്മ നോക്കൂന്ന് എനിക്കറിയാം. അതിപ്പോ ഞാൻ നേരിട്ട് കണ്ട് മനസ്സ് സന്തോഷിക്കുകയും ചെയ്തു. കുറച്ചു ദിവസം ഇവളെ എന്റെ ഒപ്പം നിർത്താനുള്ള കൊതി കൊണ്ട് പറഞ്ഞെന്ന് കരുതിയാ മതി. ശാരദാമ്മേ, അതൊക്കെ സുഖമായിട്ട് അവരെ രണ്ടുപേരെയും കൂടി ഞാനങ്ങ് വിട്ടു തന്നേക്കാം. 2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞിട്ട് വിട്ടാ മതി. ആ മോളെ, അമ്മ ഇറങ്ങാറായില്ലേ? ഞാനിവിടെ ഒറ്റയ്ക്കാം. ശാന്തേച്ചി ഇന്നും വന്നിട്ടില്ല. ഓ, ഞാൻ വരുവാടി. ആ അമ്മേ, ശാരിയ, എല്ലാം ഒതുക്കി കൊടുത്താലും അവക്ക് ഞാൻ അവിടെ വേണം. അതുകൊണ്ടാ ഞങ്ങള് പറഞ്ഞത്, ശാരദാമ്മ പൊയ്ക്കോ, ശാലിനി ഞങ്ങള് നോക്കിക്കോളാം. മനസ്സ് നിറഞ്ഞാ ഞാൻ പോകുന്നത്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആളുണ്ടാവുക എന്നത് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മയുടെ ഫലവാ. എന്റെ മോൾക്കത് വേണ്ടോളുണ്ട്. അതിന്റെ തെളിവാ ഇവക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായി നമ്മൾ അമ്മമാരിങ്ങനെ നിൽക്കുന്നത്. അത് ശരി. അപ്പോഴേ കൂടെ അച്ഛനുണ്ട്. ഓ, അത് പിന്നെ ഇല്ലാതിരിക്കോ? അച്ഛൻ വന്നിരിക്കുന്നു. അല്ല ഭാമേ, നമുക്ക് പോയി ബില്ലൂടി സെറ്റിലിട്ട് വരാം. എന്നിട്ടേ ശാരദാമ്മ ഓട്ടോ വിളിച്ച് കയറ്റിവിടുകയും ചെയ്യാം. ഓ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. മോളെ, എന്നാ പിന്നെ ബില്ലൊക്കെ അടച്ച് ഞങ്ങള് ശാരദാമ്മ യാത്രയാക്കിയിട്ട് വരാം. മോളെ, ഞാൻ ഇറങ്ങട്ടെ. മോള് വീട്ടിൽ ചെന്നിട്ട് അമ്മ അവിടെ വന്ന് കണ്ടോളാം. ബെറ്ററായി വരുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ചെറിയൊരു വലിച്ചിലുണ്ട്, ഒരു ചെറിയ വേദന. അത് കുറച്ചു ദിവസം കഴിയുമ്പോ മാറിക്കോളും. എനിക്ക് മറ്റൊരു കാര്യം കൂടി ചേച്ചിയോട് പറയാനുണ്ട്. എന്താ? എന്റെ പഠിത്തവും മറ്റെല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചേച്ചിയാ. ഞാനിങ്ങനെ ഈ വേഷത്തിൽ നിൽക്കാനും കാരണം ചേച്ചിയാ. അപ്പൊ ഈ കാര്യം ചേച്ചി അറിയിക്കാതെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ആവില്ല. എന്താ പ്രകാശേ, നീ വളച്ചു കേട്ടാത്ത കാര്യം പറ. അത് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് ചേച്ചി. അവളെ ഇപ്പൊ നിർബന്ധപൂർവ്വം വീട്ടുകാര് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി നോക്കുക. ഞാൻ ആരുമില്ലാത്തവനാണ്, അനാഥനാണ്. പക്ഷെ അതൊരു കുറവായിട്ട് അവര് കാണരുത്. ചേച്ചി മുന്നിൽ നിന്ന് അത് നടത്തി തരണം. ഇതാണ് കുട്ടി. ചേച്ചിക്ക് ഇഷ്ടായോ? നല്ല കുട്ടിയാടാ. ഇവരുടെ ഫാമിലിയോട് ഞാൻ സംസാരിക്കാം. എന്റെ അനുജന് വേണ്ടി ഞാൻ പെണ്ണെ ചോദിക്കാം. താങ്ക് യു ചേച്ചി. എന്തായാലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണം, എന്നിട്ട് തീരുമാനിക്കാം. ശരി. നീ ഇതെവിടെ പോയതായിരുന്നു? അത് പറയാം. നിങ്ങൾ ഇത് ആരോടും ഒന്നും പറയാതെ എവിടെ പോയതാ? കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ നിങ്ങൾ മാത്രം ഉണ്ടാവൂല. അത് പണ്ടേ അങ്ങനെയാണല്ലോ. അത് ഞാനൊന്ന് പഴനി വരെ പോയതാ. ആ ട്രാവൽസുകാരെ നിർബന്ധിച്ചപ്പോ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ, അവരിത്തിരി ചില്ലറ തരാന്നും പറഞ്ഞു. അപ്പൊ പിന്നെ പോയിട്ട് വരാന്ന് കരുതി. അതാ നിന്ന നിപ്പിലങ്ങ് പോയത്. അല്ല, നീ ഇതെവിടെ പോയെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അകത്തോട്ടൊന്നും കേറിയില്ലേ? ഷാരിയൊന്നും പറഞ്ഞില്ലേ? ഞാൻ അവളെ കണ്ടിട്ട് വേണ്ടേ അവളെന്തെങ്കിലും പറയാൻ.
ഞാൻ വന്ന് നിന്നപ്പോഴാണ് നീ വരണ ഓട്ടോ കണ്ടത്. എന്നാ പിന്നെ ആരാണ് നോക്കിയിട്ട് കയറാമെന്ന് വിചാരിച്ചു. അല്ല, നീ പോയ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. പറയാൻ പോകുന്നത് നല്ല കാര്യമൊന്നുമല്ല. ശാലിനിക്ക് വെടിയേറ്റു. എപ്പോ? എവിടെ വെച്ച്? പരുത്തിക്കുന്ന് കോളനി എന്ന സ്ഥലം ഒഴിപ്പിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ വെച്ച്. അല്ല, വിഷ്ണു കൂടെ ഉണ്ടായിരുന്നോ? ഇനി അവന് വെച്ച വെടിയെങ്ങാൻ ശാലിനിക്ക് മാറി കൊണ്ടതാണെന്ന് അറിയാനാ. അതെന്താ ഗോപാലേട്ട അങ്ങനെ ചോദിച്ചേ? വിഷ്ണുവിനെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞോ? അല്ല, അങ്ങനൊന്നുമില്ല. എന്നിട്ട് ശാലിനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കൈയുടെ ഉരത്തിനാ വെടിയേറ്റത്. പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിന്റെ മരുമകനെയാണ്. അവനെ ഞാൻ തീർക്കും. ഗോപാലേട്ടൻ എന്താ ഈ ആലോചിക്കുന്നേ? എന്തോ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. പറ ഗോപാലേട്ട, വിഷ്ണു എന്തെങ്കിലും ആപത്ത് വരുന്ന ആരെങ്കിലും പറഞ്ഞോ? ഏയ്, അങ്ങനെ ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. നീ കുറച്ച് വെള്ളം എടുത്തോണ്ടോ, വല്ലാത്ത ദാഹം. ഗോപാലേട്ട, ഞാൻ ഗോപാലേട്ടനെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയൊന്നുമല്ല. മനസ്സിലെന്തെങ്കിലും കയറിക്കൂടിയ ഗോപാലേട്ടന്റെ മുഖത്ത് അത് കാണാൻ പറ്റും. ഗോപാലേട്ടൻ എന്തോ കാര്യമായിട്ട് അലട്ടുന്നുണ്ട്. അത് വിഷ്ണുവിനെ കുറിച്ചുള്ള ആവലാതിയുമാണ്. പറയാൻ പറ്റുമെങ്കിൽ പറ. നമുക്കൊരു സൂചന നൽകിയിട്ടാണെങ്കിലും വരാൻ പോകുന്ന വലിയ അപകടത്തെ നിന്ന് ഒഴിവാക്കി എടുത്തൂടെ? അത് പിന്നെ ആ നസീറിന്റെ വാപ്പ വല്ലാത്തൊരു ദേഷ്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.